സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നിരവധി പേർ ഇറങ്ങിയിരിക്കുകയാണ്. നാണമില്ലാത്ത കുറെ എട്ടുകാലി മമ്മൂഞ്ഞുമാർ. ഒപ്പം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇടപെടൽ നടത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഇതിന്റെ ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും വിവിധ കോണിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കേന്ദ്ര സർക്കാരുണ്ട്, ഗവർണറുണ്ട്, ചില രാഷ്ട്രീയക്കാരുണ്ട്, ചില മാധ്യമങ്ങളുണ്ട്, കാസാക്കാരെ പോലുള്ളവരുണ്ട്. ഇത്തരക്കാരെ തുറന്നു കാട്ടാൻ തന്നെയാണ് ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്നലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുറത്തുവിട്ട യമൻ കോടതിയുടെ ഉത്തരവാണ്. ഇതിലെ തീയതിയും വാട്ടർമാർക്കും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഉത്തരവ് വ്യാജമാണെന്ന് ചിലർ വാദിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ആദ്യം കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം പരിശോധിക്കാം. തിരക്കിട്ട നീക്കങ്ങൾ റിയാദ് കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു അത്രേ. പ്രോസിക്യൂട്ടറുമായും ജയിൽ അധികൃതരുമായും സംസാരിച്ചു. അതിനുശേഷമാണത്രേ വധശിക്ഷ മാറ്റിവെച്ചത്. ഇക്കാര്യം ആധികാരികമായി തന്നെ റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. വേറെ എന്തെങ്കിലും ചർച്ചകൾ നടന്നോ എന്ന് കേന്ദ്രം പറയുന്നില്ല. ഇതിനിടെ പുറത്തേക്ക് വന്ന രേഖ കോടതി ഉത്തരവായി പ്രചരിച്ചിരുന്നു. എന്നാൽ കേന്ദ്രം ഇത് അംഗീകരിക്കുന്നില്ല, ഇത് വ്യാജമാണെന്ന് സംശയിക്കുന്നു എന്നൊക്കെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെയും യമനിലുള്ള സാമുവൽ ജെറോം എന്ന സാമൂഹ്യ പ്രവർത്തകനെയും ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ തവണ കേന്ദ്രമന്ത്രിമാരെയും സർക്കാരിനെയും നേരിട്ട് സമീപിച്ചിട്ടും സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചിട്ടും യമനിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക വിവരം പോലും കേന്ദ്രത്തിന് രേഖകൾ പ്രകാരം മുമ്പോട്ട് വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരാണ് ഇപ്പോൾ പുതിയ വാദവുമായി രംഗത്ത് വന്നത് എന്നതാണ് ഏറെ വിചിത്രകരം. കാന്തപുരം മുസ്ലിയാർ പുറത്തുവിട്ട കോടതി വിധിപ്പകർപ്പ് വ്യാജമാണെന്ന വാദത്തെ ശക്തിപ്പെടുത്താൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വിധിപ്പകർപ്പിലെ തീയതിയെ കാണിച്ചും പിന്നെ വിധിപ്പകർപ്പിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുമാണ്. യമൻ കോടതി ഉത്തരവിൽ അങ്ങനെയൊക്കെ പറയുമോ എന്നാണ് ചില നിഷ്കളങ്കർ ചോദിക്കുന്നത്. യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക ക്രിമിനൽ കോടതി എക്സിക്യൂട്ടീവ് ഓഫീസർ റിസ്വാൻ അഹമ്മദ് അൽ വജ്റ, ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ സ്വാരിമുദ്ദീൻ മുഫദ്ദൽ എന്നിവർ ഒപ്പിട്ട വിധിപ്പകർപ്പാണ് കാന്തപുരം മുസ്ലിയാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. അതിലാണ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന വാട്ടർമാർക്ക് ഉണ്ടായിരുന്നത്. അത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് പറയുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ഏറെ അടുത്ത് നിൽക്കുന്ന അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ. അത് ഉസ്താദ് മുഖേന തന്നെ സാധ്യമായതാണ് എന്ന് പറയാൻ അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ വാട്ടർമാർക്ക് നൽകേണ്ടതുണ്ടായിരുന്നു എന്നാണ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടാലും ഇപ്പോൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ അതെടുത്ത് തങ്ങൾക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് രംഗത്ത് വരും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നാണ് സുഭാഷ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് തീയതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് 14-ാം തീയതിയാണ്. അറബി വായിക്കാൻ അറിയാത്ത മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇതെന്നാണ് മറ്റൊരു ചോദ്യം. 15-ാം തീയതി അല്ലേ ഉത്തരവ് വന്നത്, പിന്നെ എങ്ങനെ ഉത്തരവിൽ 14-ാം തീയതി വന്നു എന്നാണ് ഉത്തരവ് വ്യാജമെന്ന് തെളിയിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ ചോദ്യം. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ തന്നെ കാന്തപുരം ഇടപെട്ട് തുടങ്ങിയിരുന്നു. ചില ശുഭകരമായ സന്ദേശങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിലും രേഖാമൂലമുള്ള ഉത്തരവ് കിട്ടിയിട്ട് മതി ഔദ്യോഗിക പ്രതികരണമെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് തീരുമാനിക്കുകയായിരുന്നു. ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ചർച്ചയിൽ ഇടപെടുകയും ശിക്ഷാ നടപടികൾ നീട്ടിവെക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ, അതായത് തലാലിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ഉടനെ തന്നെ കോടതിയെ സമീപിച്ച കാര്യവും കാന്തപുരം അറിഞ്ഞിരുന്നു. 14-ാം തീയതി രാത്രി വൈകിയുണ്ടായ ഈ ധാരണ ഉത്തരവായി വന്നത് 15-ാം തീയതിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യവും സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. യമനിലെ കോടതി ഈ മാസം 6-ാം തീയതി ഇതേ ലെറ്റർ പാഡിൽ നിമിഷപ്രിയ കേസിന്റെ വിശദാംശങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിരുന്നു. അതും കാന്തപുരത്തിന്റെ പക്കലുണ്ട്. ഈ ഉത്തരവും സുഭാഷ് ചന്ദ്രൻ പങ്കുവച്ചു. മറ്റൊന്നുകൂടി പറയാം. നിമിഷപ്രിയ ഉള്ളത് ഹൂതി നിയന്ത്രിത സനയിലുള്ള ജയിലിലാണ്. യമനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യമനുമായുള്ള നയതന്ത്ര ഇടപെടൽ നടത്തുന്നത് തൊട്ടടുത്തുള്ള ജിബൂട്ടിയിലെ ഇന്ത്യൻ മിഷനാണ്. ഒരു വിദേശ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തത് മുതൽ മാതൃരാജ്യത്തെ അറിയിച്ചിരിക്കണമെന്നത് വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിലേഷൻസ് 1963 പ്രകാരമുള്ള നിയമമാണ്. ഇന്ത്യയും യമനും ഇത് അംഗീകരിച്ച രാജ്യങ്ങളുമാണ്. പക്ഷേ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടാത്ത ഹൂതികൾ ഭരിക്കുന്ന യമൻ പ്രവിശ്യ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ
അറസ്റ്റോ ശിക്ഷയോ ഒന്നും അവർ ആരെയും അറിയിക്കില്ല. ഇവിടെയാണ് കാന്തപുരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വിധിപ്പകർപ്പ് വളരെ പ്രസക്തമാകുന്നത്. കുറ്റവാളി നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷ പുതിയ തീയതി നിങ്ങളെ അറിയിക്കുന്നത് വരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അതായത് ഒരു തുടർ നടപടി ഉണ്ടാകുമ്പോൾ അറിയിക്കാമെന്ന് കൂടിയാണ് വിധിപ്പകർപ്പ് പറയുന്നത്. കാന്തപുരത്തിന്റെ ഇടപെടലുകൾ അത്രത്തോളം ഫലപ്രദമായിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഹൂതികൾ സാധാരണയായി ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കാന്തപുരത്തിനോട് അവർ നടത്തിയിരിക്കുന്നത്. ഇത് സാധ്യമായത് കാന്തപുരം മുസ്ലിയാർ നേരത്തെ പറഞ്ഞ സൂഫി മതപുരോഹിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ വഴി നടത്തിയ ഇടപെടൽ കാരണമാണ്. യമനിലെ ഹൂതി വിഭാഗവും അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഈദൻ കേന്ദ്രീകരിച്ചുള്ള ഭരണകൂടവും അംഗീകരിക്കുന്ന സൂഫി നേതാവാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. അദ്ദേഹം വഴി നിമിഷപ്രിയ കേസിലെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കാന്തപുരത്തിന് കഴിഞ്ഞതാണ് നിർണായകമായത്. കഴിഞ്ഞ ദിവസം വരെ സുപ്രീം കോടതിയിൽ അടക്കം കേന്ദ്രം പറഞ്ഞത് നയതന്ത്ര ബന്ധമില്ലാത്തത് കൊണ്ട് യമനിൽ ഇടപെടുന്നതിന് കേന്ദ്ര സർക്കാരിന് പരിമിതിയുണ്ട് എന്നായിരുന്നു. എന്നിട്ട് ഇപ്പോഴിതാ നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പ്രചാരണത്തിന് ശക്തി കൊടുക്കാൻ ചില കാസാക്കാരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. സ്വന്തം മതത്തിലുള്ള നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ഒരു ഉസ്താദ് ഇടപെട്ടാൽ എങ്ങനെ കാസാക്കാർ സഹിക്കും, അല്ലെ? യമനല്ല, സാക്ഷാൽ കാലന്റെ കയ്യിൽ നിന്ന് വരെ കൂട്ടിക്കൊണ്ടുവരും മോദിജി അങ്ങയോട് കേരളം എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് കാസാക്കാരുടെ പോസ്റ്റുകൾ. ഇതിനിടയ്ക്ക് ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലുള്ള ചില അവകാശവാദങ്ങളും ഉണ്ട്. കേരള ഗവർണർ ആർലേക്കർ യൂസഫലി ഉൾപ്പെടെയുള്ള വ്യവസായ പ്രമുഖരുമായി ചേർന്ന് നടത്തിയ ഇടപെടലാണ് ശിക്ഷ മരവിപ്പിക്കാൻ കാരണമായതെന്നാണ് ചാണ്ടി ഉമ്മന്റെ ടീം പറയുന്നത്. കൂട്ടായ പരിശ്രമം നടത്തിയെന്ന് പറഞ്ഞ് ഗവർണറും പ്രതികരിച്ചിട്ടുണ്ട്. മാധ്യമ ഓൺലൈൻ ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യവസായ പ്രമുഖനും ക്രെഡിറ്റ് കൊടുക്കുന്നത് കണ്ടു. ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയുടെ മോചനം, അത് സത്യമാണ്. അത് സാധ്യമാക്കാൻ ചാണ്ടി ഉമ്മൻ ഗവർണറെ കണ്ടിരുന്നു എന്നതും ശരിയാണ്. എന്നാൽ വിദേശ രാഷ്ട്ര തലവന്മാരുമായി ബന്ധമുള്ള പ്രധാനമന്ത്രി മോദിക്ക് പറ്റാത്തത് കേരള ഗവർണർക്ക് പറ്റുമോ? ഇല്ല. കാരണം യമനിലെ അസാധാരണമായ സ്ഥിതിവിശേഷം തന്നെയാണ്. അത് മറികടക്കാൻ അത്ഭുതകരമായ ഇടപെടൽ വേണമായിരുന്നു. അതിന്റെ കോർ കണ്ടെത്തിയുള്ള ഒരു ഇടപെടൽ വേണമായിരുന്നു. അതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയത്. അല്ലാതെ ആരെങ്കിലും സൗദിയിലോ മറ്റോ ഇരുന്ന് ചർച്ച നടത്തിയാൽ പറ്റുന്ന കാര്യമായിരുന്നില്ല അത്. പ്രത്യേകിച്ചും സൗദി യമനെ സംബന്ധിച്ചിടത്തോളം, ഈ ഹൂതികൾ ഭരിക്കുന്ന യമനെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യമാണ്. എങ്കിൽ പിന്നെ നേരത്തെ തന്നെ ഇടപെട്ട് പരിഹരിച്ചുകൂടായിരുന്നു എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. വർഷങ്ങളായി പലരും ശ്രമിച്ചു പരാജയപ്പെട്ടതാണ് നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ശിക്ഷ മരവിപ്പിക്കൽ. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇറങ്ങുന്ന മമ്മൂഞ്ഞുമാരും കാസക്കാരും ഒരു കാര്യം ഓർക്കണം. ഹൂതികൾ ഭരിക്കുന്ന യമനിലെ പ്രവിശ്യയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത്. ഇനിയും എന്തും സംഭവിക്കാവുന്ന സ്ഥിതി അവിടെയുണ്ട്. ചർച്ചകൾ തുടരുകയാണ്. നിമിഷപ്രിയ കുത്തിവെച്ചത് കാരണം മരിച്ച തലാലിന്റെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ഇപ്പോഴും ദയാധനം സ്വീകരിക്കുന്ന വ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ല. അവരുടെ ഗോത്രവർഗത്തിന്റെ നിലപാട് നിർണായകമാണ്. ഇവരെല്ലാം കാന്തപുരം സൂഫി പണ്ഡിതൻ വഴി നടത്തിയ അഭ്യർത്ഥനയെ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാകും എന്നതാണ് സ്ഥിതി. ചർച്ചകളിലൂടെ ആ തലാലിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. അതിന് പുണ്യ ഖുർആനിൽ നിന്നുള്ള പൊറുക്കൽ സൂക്തങ്ങളെല്ലാം സൂഫി പണ്ഡിതൻ അവരുടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൊറുക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ കാര്യമെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അവർ അംഗീകരിച്ചില്ല എങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് സ്ഥിതി. പക്ഷേ നമുക്ക് ശുഭവാർത്ത തന്നെ പ്രതീക്ഷിക്കാം. അസാധാരണ സാഹചര്യത്തിലൂടെയാണ് നിമിഷപ്രിയ കേസ് ഇപ്പോഴും കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയും കാന്തപുരത്തിന്റെ അസാധാരണവും അത്ഭുതപൂർണവുമായ ഇടപെടൽ തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാന്തപുരം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മുസൽമാൻ എന്നോ ഹൈന്ദവൻ എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല. പൊതുവിഷയത്തിൽ മനുഷ്യത്വം എന്നതിന് മാത്രമാണ് പ്രാധാന്യം. ഇതാണ് ശരിയായ കേരള സ്റ്റോറി. മറ്റ് മമ്മൂഞ്ഞുമാർ അല്ലെങ്കിൽ മറ്റ് മമ്മൂഞ്ഞ് സിദ്ധാന്തക്കാരെല്ലാം മാറി നിൽക്കും. കാന്തപുരത്തിന്റെ ഇടപെടൽ തുടരട്ടെ. നിമിഷപ്രിയ യമനിൽ നിന്ന് സ്വതന്ത്രയായി നാട്ടിലെത്തട്ടെ. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.